ട്രംപിന്റെ കൈപിടിച്ച് മുകളിലേക്ക് ഉയർത്തി നിൽക്കുന്ന മോദി, മുന്നിൽ കരഘോഷം മുഴക്കുന്ന ഒരു ജനസാഗരം. ട്രൂത്ത് സോഷ്യലിൽ അക്കൗണ്ട് തുറന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി പങ്കുവച്ച ചിത്രമാണ്. 2019 ടെക്സസിൽ നടന്ന ഹൗഡി മോദി പരിപാടിയിൽ നിന്നുള്ളതാണ് പടം. ട്രൂത്ത് സോഷ്യലിൽ വരാൻ കഴിഞ്ഞതിൽ സന്തോഷം. വരും നാളുകളിൽ അർത്ഥവത്തായ സംഭാഷണങ്ങളിൽ ഏർപ്പെടാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. ആദ്യ പോസ്റ്റിൽ മോദി കുറിച്ചു. സകലമാന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ നിന്നും വിലക്ക് കിട്ടിയപ്പോൾ ട്രംപ് തുറന്ന ആപ്പാണ് ട്രൂത്ത് സോഷ്യൽ. അതിൽ ട്രംപും പരിവാരങ്ങളും കഴിഞ്ഞാൽ അടുത്ത പ്രമുഖൻ ഇപ്പോൾ മോദിയാണ്. എക്സിലും ഇൻസ്റ്റഗ്രാമിലും ഉൾപ്പെടെ ദശലക്ഷക്കണക്കിന് ഫോളോവേഴ്സുള്ള പ്രധാനമന്ത്രിയാണ് കേവലം 6 മില്യൺ ആക്റ്റീവ് യൂസേഴ്സുള്ള ട്രൂത്ത് സോഷ്യലിൽ ഒരു അക്കൗണ്ട് തുടങ്ങുന്നത്. താരിഫ് യുദ്ധം, കുടിയേറ്റ പ്രശ്നം, മനുഷ്യത്വമില്ലാത്ത നാടുകടത്തൽ എന്നിങ്ങനെ ഇന്ത്യക്കാർക്ക് ട്രംപിനോട് കല്ലുകടികൾ പലതാണെങ്കിലും മോദിയുടെ മനസ്സിൽ ട്രംപിനെന്നും മുന്നിൽ തന്നെയാണ് സ്ഥാനം. അമേരിക്കൻ കമ്പ്യൂട്ടർ ശാസ്ത്രജ്ഞനും പോഡ്കാസ്റ്ററുമായ ലെക്സ് ഫ്രീഡ്മാന് നൽകിയ അഭിമുഖത്തിന്റെ ലിങ്കാണ് മോദി രണ്ടാമതായി ട്രൂത്ത് സോഷ്യലിൽ പങ്കുവച്ചത്. ലോകരാജ്യങ്ങളുമായുള്ള ഇന്ത്യയുടെ ബന്ധം മുതൽ ഗുജറാത്ത് കലാപം വരെ വിഷയമായ 3 മണിക്കൂർ ദൈർഘ്യമുള്ള ഈ പോഡ്കാസ്റ്റിൽ ട്രംപിനെയും മോദി വാനോളം പുകഴ്ത്തുന്നുണ്ട്. പോഡ്കാസ്റ്റിന്റെ ലിങ്ക് ട്രംപും തന്റെ ട്രൂത്ത് സോഷ്യൽ അക്കൗണ്ടിൽ പങ്കുവച്ചിരുന്നു. പിന്നാലെ നന്ദി വാക്കുമായി മോദി എത്തുകയും ചെയ്തു. എന്റെ സുഹൃത്ത് പ്രസിഡന്റ് ട്രംപിന് നന്ദി എന്നായിരുന്നു മോദിയുടെ പ്രതികരണം. ഡൊണാൾഡ് ട്രംപ് അസാമാന്യ ധൈര്യമുള്ള വ്യക്തിയാണെന്നാണ് ഫ്രീഡ്മാനുമായുള്ള പോഡ്കാസ്റ്റിൽ മോദി പറയുന്നത്. 2ാം ടേമിൽ വളരെ തയ്യാറെടുപ്പോടെയാണ് ട്രംപ് അധികാരത്തിലെത്തിയത്. അദ്ദേഹത്തിന് ലക്ഷ്യത്തിലെത്താനുള്ള വ്യക്തമായ പദ്ധതികളുണ്ടെന്നും മോദി കൂട്ടിച്ചേർക്കുന്നുണ്ട്. ഇന്ത്യ ഫസ്റ്റ് എന്ന തന്റെ മുദ്രാവാക്യം പോലെയാണ് ട്രംപിന്റെ അമേരിക്ക ഫസ്റ്റ് നയമെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർക്കുന്നുണ്ട്. ഇക്കഴിഞ്ഞ മാർച്ച് 17 തിങ്കളാഴ്ചയായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ട്രൂത്ത് സോഷ്യലിൽ അക്കൗണ്ട് തുറന്നത്. ആകെ 2 പേരെ മാത്രമാണ് മോദി സോഷ്യൽ മീഡിയ ആപ്പിൽ ഫോളോ ചെയ്തത്. ഒന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ്. വൈസ് പ്രസിഡന്റ് JD വാൻസ് ആണ് മറ്റൊരാൾ.